ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് പോകാം. പ്രീ മാർക്കറ്റ് സെഷനിൽ പോകുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തരട്ടെ. അപ്പം ടെലിഗ്രാം ചാനലിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ടെലിഗ്രാം ഇന്ത്യയിൽ കുറച്ച് ദിവസത്തേക്ക് ബാനാണ് നീറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മുടെ ടെലിഗ്രാം ചാനൽ ദുബായിലോ അല്ലെങ്കിൽ മറ്റെല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട്, അവിടെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, പുറം രാജ്യങ്ങളിലുള്ളവർക്ക് വേണ്ടി നിങ്ങൾക്ക് ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആൻഡ് തൽക്കാലം ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് കുറവാണ്. നമ്മുടെ KSM ഗൈഡ് ഫാമിലി ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. അത് വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്കാണ്. എന്തായാലും ടെലിഗ്രാമിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം വരുന്നവരെ നമ്മുടെ ആക്ടിവിറ്റീസ് ഇതിൽ നമ്മളുടെ വാട്സാപ്പിൽ കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് ചാനലിൽ കയറിയ ശേഷം എൻ്റെ നമ്പർ അതിൻ്റെ അകത്തുണ്ട്. എന്തെങ്കിലും ചെറിയ ഹെൽപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ തൽക്കാലം 1 വീക്ക് നമുക്ക് അങ്ങനെ കൊണ്ടുപോകാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഭാവിയിലെ കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം, എങ്ങനെയാണ് കൊണ്ടുപോകേണ്ട കാര്യങ്ങളെന്നൊക്കെ. നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കൺഫർമേഷൻ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം തൽക്കാലം വാട്സാപ്പ് ചാനൽ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത നമുക്കിനി നിഫ്റ്റിയിലേക്ക് പോകാം, മാർക്കറ്റിലേക്ക് പോകാം. അതിന് മുന്നേ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ അവസ്ഥ നമുക്ക് നോക്കാം. എന്താണ് ഗ്ലോബൽ മാർക്കറ്റ് അവസ്ഥ നോക്കുമ്പോഴത്തേക്കും യൂറോപ്യൻ മാർക്കറ്റ്സും എല്ലാം നോക്കാം. അതിന് മുന്നേ ഡോ ജോൺസിന്റെ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നത് 500 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ്. S&P ആൻഡ് നാസ്ഡാക്ക് നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. എന്നാൽ ഡോ ജോൺസിൽ എന്താ പറ്റുന്നതെന്ന് അറിയത്തില്ല. ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നത് എന്നാൽ 507 പോയിന്റ്സിന്റെ ഡൗൺ സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സ് പൊതുവെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് നെഗറ്റീവ് ടു ഫ്ലാറ്റ് എന്നുള്ള രീതിയിലാണ്. ബട്ട് ഗിഫ്റ്റ് നിഫ്റ്റി ഏഷ്യൻ മാർക്കറ്റ്സ് പൊതുവെ നല്ല പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാം. ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ 100 പോയിന്റ്സ് അപ്സൈഡാണ്. 128 പോയിന്റ്സ് അപ്സൈഡിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഡോ ജോൺസ് നെഗറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ബട്ട് ഏഷ്യൻ മാർക്കറ്റ്സ് ഓക്കെയാണ്. നിക്കി 1300 പോയിന്റ്സ് അപ്സൈഡും സ്ട്രേറ്റ് ടൈം 50 പോയിന്റ്സ് അപ്സൈഡും ഹാങ്സങ് 180 പോയിന്റ്സ് ഡൗൺ സൈഡുമാണ്. തായ്വാൻ വെയിറ്റഡ് 495 പോയിന്റ് അപ്സൈഡാണ്. കോസ്ബി 57 പോയിന്റ്സ് അപ്സൈഡാണ്. ഗിഫ്റ്റ് നിഫ്റ്റി 125 പോയിന്റ് അപ്സൈഡ് ആയതുകൊണ്ട് തന്നെ മേ ബി നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന്റെ പോസിബിലിറ്റി കാണുന്നുണ്ട്. എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് ലൈവ് മാർക്കറ്റ് ഡിസൈഡ് ചെയ്യാം. ആൻഡ് നമ്മളെ ചാർട്ടിലേക്ക് പോകുമ്പോൾ നിഫ്റ്റി നമ്മൾ ഇന്നലെ വരച്ച ലെവൽസ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ആൻഡ് അതേപോലെ മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വരച്ച അതേ ലെവലിൽ വന്നു. 15 മിനിറ്റ് ചാർട്ട് എടുത്ത് നിങ്ങൾ പരിശോധിക്കാം. നമ്മൾ വരച്ച അതേ ലെവലിൽ വന്നു. മാർക്കറ്റ് ഡിമാൻഡ് എടുത്തു ആൻഡ് വീണ്ടും റേറ്റ് ടെസ്റ്റ് തന്നു ആൻഡ് അപ്സൈഡ് പോയി. എന്താണ് അടുത്ത പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ലെവൽസ് എല്ലാം ഓൾറെഡി ഇന്നലെ വരച്ച അതേ ലെവൽസ് ഞാൻ കീപ്പ് ചെയ്യുകയാണ്. നമുക്കിനി 24,200 to 230 ഏരിയ മാർക്കറ്റ് ഡിഫെൻഡ് ചെയ്യോ ഇല്ലേ എന്നാണ് നമുക്ക് അറിയേണ്ടത്. 24,230 മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ 24,348. അപ്പോൾ ഇങ്ങനത്തെ സോൺസിലേക്കാണ് ഞാൻ മാർക്കറ്റിലേക്ക് നീങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ച് കാണും. മാർക്കറ്റ് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു ലിക്വിഡിറ്റി ബിൽഡിംഗ് നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ കണ്ടില്ലേ, ഒരു ട്രെൻഡ് ലൈൻ പോലെ വന്ന ശേഷം ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു, വീണ്ടും ട്രെൻഡ് ലൈനിൽ ബ്രേക്ക് ചെയ്ത് പോവുകയാണ്. മേ ബി മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി ഹണ്ടിനുള്ള പോസിബിലിറ്റി ഞാനിവിടെ കാണുന്നുണ്ട്. സ്ട്രക്ചറലി മാർക്കറ്റ് പാറ്റേൺ ട്രേഡേഴ്സിനെല്ലാം ഒരു ഐ കൊടുക്കുന്ന രീതിയിൽ, ഒരു പാറ്റേൺ ട്രേഡേഴ്സിനെ ഒന്ന് അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. നമുക്കൊന്ന് വാച്ച് ചെയ്യാം മാർക്കറ്റിൽ എന്തെങ്കിലും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന്. എന്തായാലും ഡൗൺ സൈഡ് വരുവാണെങ്കിൽ 23,800 റേഞ്ച്, ഇത് നല്ലൊരു സോണായിട്ട് ആക്ട് ചെയ്യാം. ആൻഡ് 23,649 ആയിരിക്കും ഞാൻ പോസിബിളി കാണുന്ന സോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇന്നലെ NDR ഓട്ടോയും സൊനാറ്റ സോഫ്റ്റ്വെയർ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വാട്സാപ്പ് ചാനലിൽ ഫ്രീ ആയിട്ട് ഞാൻ പഠിക്കാനായിട്ട്. അപ്പം അത് നിങ്ങളെല്ലാവരും ഒന്ന് ഫോക്കസ് ചെയ്യുക. വരുന്ന ആഴ്ചകളിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകളൊക്കെ ഈ കമ്പനികളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യുക. സൊനാറ്റ സോഫ്റ്റ്വെയർ ഒക്കെ ഞാൻ ഇന്നലെ നമ്മുടെ ചാനലിൽ ഇട്ടിരുന്നു. ലുക്ക് അറ്റ് ദ വോളിയം ആക്ടിവിറ്റി, സീരിയസ് അക്യുമുലേഷൻ ഇവിടെ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. എന്നായാലും നല്ലൊരു ട്രേഡ് ഇവിടെ ആക്റ്റീവാണ്. അപ്പോൾ നിങ്ങളിത് നിങ്ങളുടെ ഒരു സ്റ്റഡി പർപ്പസ് റിസർച്ചും പഠിക്കാൻ ശ്രമിക്കുക സൊനാറ്റ സോഫ്റ്റ്വെയർ. അപ്പോൾ നമ്മുടെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റീച്ച് ചെയ്യണമെന്ന് വെച്ചാലും റീച്ച് ചെയ്യാൻ സാധിക്കും. അപ്പം ഇതൊക്കെ ഒന്ന് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ടെക്നിക്കൽ അനാലിസിസ് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്കും ഗുണം ഉണ്ടാവും. ഓക്കെ, സൊനാറ്റ സോഫ്റ്റ്വെയർ. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ജസ്റ്റ് മാർക്കറ്റ് ലൈവ് ടൈമിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും നിഫ്റ്റി ഇന്ന് പോസിറ്റീവിൽ റൺ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഒരുപാട് സ്റ്റോക്സ് ഒക്കെ ഞാൻ പഠിക്കുന്നുണ്ട്. ബാക്കി അപ്ഡേറ്റ്സുകളെല്ലാം ചാനലിൽ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.